കേരള പോലീസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഇന്നത്തെ കാലത്തെ നൂതന കുറ്റകൃത്യങ്ങൾ പോലും സമയബന്ധിതമായി തെളിയിക്കുക. ഇതൊക്കെ മാതൃകാപരമായ മാറ്റങ്ങൾ. ഒരു പ്രത്യേകത കേരള പോലീസിൽ അടുത്ത കാലത്തായി ശ്രദ്ധിക്കപ്പെടുന്നത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഊർജ്ജസ്വല യുവത നമ്മുടെ സേനയിലേക്ക് കടന്നു വരുന്നു എന്നതാണ്. നല്ല കഴിവ് സാങ്കേതിക വിദ്യകളിലുള്ളത്, അതോടൊപ്പം നല്ല ഫലപ്രദമായ ഇടപെടൽ നടത്താൻ ശേഷിയുള്ളവർ പോലീസ് സേനയിലെ പുരുഷന്മാരും വനിതകളും ആ രീതിയിൽ വന്നു ചേരുകയാണ്. സാങ്കേതിക വിദ്യയിൽ യോഗ്യത നേടിയ ഒട്ടേറെ സേനാംഗങ്ങളുണ്ട്. അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ മേഖലകളിൽ തന്നെ അവരെ നിയമിക്കുന്ന രീതി ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അതും ഗുണപരമായ ഫലം സൃഷ്ടിക്കുകയാണ്. പ്രകടമായ മാറ്റം പോലീസ് സേനയിൽ കാണാനും കഴിയും. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ട്. നമ്മുടെ പരമ്പരാഗത പോലീസ് ശൈലിയിൽ നിന്ന് മാറി ചെറുപ്പക്കാരുടെ കൂടുതൽ മെച്ചപ്പെട്ട കഴിവുകൾ ഉപയോഗിക്കാൻ പാകത്തിൽ അവരെ നല്ല തരത്തിൽ വിന്യസിക്കുന്ന നില സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നുണ്ട്. ഇതെല്ലാം പോലീസ് സേനയുടെ പൊതുവായ ഗുണവശമാണ്. ജനകീയ സേന എന്ന നിലക്ക് ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ ജനോന്മുഖമായ മാറ്റമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായ ചിലരെ നമുക്ക് കാണാൻ കഴിയും. അത്തരം വ്യത്യസ്തത വന്നാൽ അവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്നത് തന്നെയാണ് പൊതുവെ നാം സ്വീകരിക്കുന്നില്ല. സേനയും ആ നിലയാണ് സ്വീകരിക്കുന്നത്, സർക്കാരും ആ നിലയാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിനെതിരെയുള്ള നടപടികൾ കർക്കശമായി സ്വീകരിക്കുക എന്നത് തന്നെയാണ് സമീപനം. എങ്ങനെ ശരിയായ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നോ അതേപോലെ തന്നെ തെറ്റ് സംഭവിച്ചാൽ കടുത്ത നടപടിയും എന്ന സമീപനത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്, 2016 മെയ് മുതൽ 2024 ജൂൺ വരെ നമ്മുടെ സർവീസിൽ നിന്നും 108 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. അതായത് 144 പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരമൊരു നടപടി നേരത്തെ പറഞ്ഞ സമീപനത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് നാം ഈ രംഗത്തും വേറിട്ട് നിൽക്കുന്നത്. പോലീസ് സേന മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട സേനയാണ്.
അതിനകത്ത് ക്രിമിനലുകൾക്ക് സ്ഥാനമുണ്ടാകില്ല. അത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. ആ നയം തുടരുക തന്നെ ചെയ്യും. എന്നാൽ ഒരു കാര്യം കൃത്യമായി എല്ലാവരും ഉൾക്കൊള്ളണം. സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇനിയും അത് തന്നെയാണ് സ്വീകരിക്കുക. നീതി നടപ്പിലാക്കാൻ ആരുടെയും അനുമതിക്കായി നിങ്ങൾ കാത്തു നിൽക്കേണ്ടതില്ല. ഒരു തരത്തിലുള്ള ബാഹ്യസമ്മർദ്ദവും പോലീസിന് മേലുണ്ടാകുന്നില്ല, ഇനിയും ഉണ്ടാകില്ല. ഇത്തരത്തിൽ ഒരു പ്രൊഫഷണൽ സമീപനമുള്ള സേനയായി കേരള പോലീസിനെ മാറ്റുക, ആ വഴിക്കാണ് കഴിഞ്ഞ ദശാബ്ദക്കാലത്തോളമായി നമ്മൾ നീങ്ങുന്നത്. ഇനിയും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നതാണ് നമ്മുടെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. കേരള പോലീസിൻ്റെ സജീവമായ ഇടപെടൽ ആവശ്യമുള്ള ചില മേഖലകൾ കൂടിയുണ്ട്. അതും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടത്. ഇപ്പോൾ ലഹരി മാഫിയക്കെതിരെ കടുത്ത നടപടികളുമായി നാം രംഗത്തുണ്ട്. ആ ലഹരി മാഫിയയുടെ വേരറുക്കുന്ന പ്രവൃത്തിയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാടിൻ്റെ ഭാവി തകർന്നു പോകുന്ന ഒന്നാണ് ലഹരി മാഫിയയുടെ സ്വാധീനം വർദ്ധിച്ചാൽ സംഭവിക്കുക. അവരുടെ ആസൂത്രിത കുതന്ത്രങ്ങളുണ്ട്. അവയെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയും. ഇനിയുള്ള നാളുകളുടെ പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ ഗ്രാഹ്യമുള്ളതാണ്. ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാളുകളാണ് ഇനിയുള്ള നാളുകൾ. അപ്പോൾ എല്ലാതരം ശക്തികളും ഒന്നിച്ചു ചേർന്ന് ആ ദുഷ്ടശക്തികൾ ആ കൂട്ടത്തിലുണ്ടാകും. അത്തരം ദുഷ്ടശക്തികൾ ഒത്തുചേർന്നുകൊണ്ട് നാട്ടിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം. നമ്മൾ നല്ലതാണെന്ന് കാണുന്ന എല്ലാം അവർക്ക്, ആ ദുഷ്ടശക്തികൾക്ക് നല്ല പ്രിയപ്പെട്ടതായിരിക്കില്ല. അവർക്ക് അലോസരമുണ്ടാക്കുന്നതായിരിക്കും. അതെല്ലാം എങ്ങനെ തകിടം മറിക്കാൻ കഴിയും എന്നതാണ് അവരാലോചിക്കുക. അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റേതായ അനുരണനങ്ങൾ പല ഭാഗങ്ങളിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചേക്കും. ഇത് അവിടെ ഇവിടെയായി ഇപ്പം തന്നെ കണ്ടു തുടങ്ങുകയാണ്. ഇത് തിരിച്ചറിയുന്ന കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്താൻ കഴിയണം. ഇതേവരെ സ്വീകരിച്ച സമീപനം കൂടുതൽ ജാഗ്രതയോടെ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചു പോകാൻ കഴിയണം. അതോടൊപ്പം നല്ല തരത്തിലുള്ള ഇൻ്റലിജൻസ് സംവിധാനവും മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.